ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വെറും ബിനാമിയോ? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കട്ട 480 ഗ്രാം സ്വർണം മാത്രമല്ല ശബരിമല സന്നിധാനത്ത് നിന്ന് കളവ് പോയിട്ടുള്ളതെന്ന് കണ്ടെത്തലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമായി പുറത്തു വരുന്നത്. ശബരിമലയിൽ 98-ൽ വിജയ് മല്യ ശ്രീകോവിലിന്റെ മേൽക്കൂരയും ചുമരുകളും ദ്വാരപാലകരും പ്രധാന വാതിലുമെല്ലാം സ്വർണം പൊതിഞ്ഞിരുന്നു. 38 കിലോ സ്വർണമാണ് പൊതിയുന്നതിനായി അന്ന് ഉപയോഗിച്ചത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും പ്രത്യേകമായി ഇറക്കുമതി ചെയ്ത തങ്കപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത്. ഇതിനായി 1902 ഗ്രാം ചെമ്പുപാളികളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി 2019-ൽ ആ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ കേവലം 900 ഗ്രാം സ്വർണം മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അതിനു മുൻപ് ശ്രീകോവിലിലെ വാതിൽ, ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികളൊക്കെ തന്നെ മോഷ്ടിക്കപ്പെട്ടിരിക്കാം, കൊള്ള ചെയ്യപ്പെട്ടിരിക്കാം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്. ഈ കുറ്റമൊക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്നതിൽ ഇപ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും അപായപ്പെടുത്തിയോ? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എവിടെയാണുള്ളത്? അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ടോ? ഒരു വിവരങ്ങളും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല.